ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങായും വേവിച്ച കടലയും ഒന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല തിക്കി ഗ്രേവിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളക്കടലക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ വെള്ളക്കടല 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി തലേ ദിവസം തന്നെ കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യണം. നന്നായിട്ട് കുതിർന്ന് രാവിലെ അത് ഒന്നുകൂടെ കഴുകി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം, ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കുക്കറിൽ ചേർത്ത് അതിൽ 1 ടീസ്പൂൺ ഉപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി. ഇനി ഒരു മീഡിയം സവാള ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് വയ്ക്കാം. 2 മീഡിയം സവാള അരിഞ്ഞത്, 1 ടൊമാറ്റോ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത്, 1 പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണിത്. അപ്പോൾ സവാള ഒരുവിധം നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ പാകത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മുളക് പൊടി 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അത് കാരണം എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വഴറ്റണം, അല്ലെങ്കിൽ കറിക്കൊരു മധുര ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് സവാള. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു കളർ കിട്ടുന്നതിനായിട്ട്. നന്നായിട്ട് തന്നെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ടൊമാറ്റോ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ടൊമാറ്റോയും സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് കുക്ക്ഡായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് ഈ വഴറ്റിയ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ ഗ്രേവിയുടെ തിക്നെസ്സിന് അനുസരിച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഞാനിവിടെ അഡീഷണൽ വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് കറിയിൽ കടലയിൽ പിടിക്കും. നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പസമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പാലപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. ഇങ്ങനെ നിങ്ങൾ
ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.